ഹായ് ഓൾ. നമുക്കറിയാം മെക്കാനിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത സ്ട്രീമുകളിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടായിരിക്കും. ഡിപ്ലോമ, ITI, BTech മുതലായ വ്യത്യസ്ത യോഗ്യതയുള്ളവർ. അപ്പം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ പഠിച്ച് പാസ് ഔട്ട് ആയി നിൽക്കുന്നവർക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. ഈ ടെക്നിക്കൽ PSC എക്സാമുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും മത്സരം എന്ന് പറയുന്നത് വളരെ പ്രിമിറ്റീവ് ആയിരിക്കും. എന്നാൽ ജനറൽ PSC എക്സാമുകളിൽ അതിൻ്റെ ലെവൽ വളരെ കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള എക്സാമുകൾ അനായാസേന ക്രാക്ക് ചെയ്യാൻ കൃത്യമായൊരു ഗൈഡൻസ് മാത്രം മതിയാവും. അപ്പോൾ ഏതൊക്കെ എക്സാമുകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന വർഷങ്ങളിൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്നും അതിനായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏതൊരു ലെവലിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് ഗൈഡൻസ് തരുന്നതിനായിട്ട് ഗൈഡൻസ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഒരു സൗജന്യ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 18 വൈകുന്നേരം 8 മണിക്കായിരിക്കും ഈ ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് ITI, ഡിപ്ലോമ, BTech, MTech തുടങ്ങിയ യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു വെബിനാറിൽ നേരിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ വെബിനാറിൽ നേരിട്ട് പങ്കെടുക്കുന്നതിനുള്ള ഒരു ഏറ്റവും വലിയ പ്രയോജനം, നമുക്കറിയാം കേരള PSC വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമുകളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷം ഫിക്സ് ചെയ്യുകയും 1.5 വർഷമാകുമ്പോൾ തന്നെ അടുത്ത നിയമനത്തിനുള്ള അടുത്ത റാങ്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഘട്ടമായിട്ടുള്ള സമീപനമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാമിനേഷനുകളും നോട്ടിഫിക്കേഷനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് നേരത്തെ 6-7 മാസമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 3-4 മാസമായിട്ടൊക്കെ ചുരുങ്ങുന്നൊരു പ്രവണത കാണുന്നുണ്ട്. ചിലപ്പോൾ ഇനി അത് കുറഞ്ഞ് ചിലപ്പോൾ 2-3 മാസത്തിനുള്ളിൽ തന്നെ ഒരവസ്ഥയിലേക്ക് മാറും. എന്നാൽ ഈ ഒരു മാനദണ്ഡമൊന്നും ഈ ഒരു പ്രശ്നമൊന്നും നിങ്ങളെ ബാധിക്കാതെ പഠിക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലാണ് ഈ ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കേരള സർക്കാർ ജോലി മാത്രമല്ല മറിച്ച് കേന്ദ്ര സർക്കാരിലും ഏതൊക്കെ രീതിയിലുള്ള നിയമനങ്ങളാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് സെക്യൂരിറ്റി ഉള്ള സർക്കാർ ജോലിയിലേക്ക് എത്താൻ എങ്ങനെയൊക്കെ പറ്റും എന്നൊക്കെ കൃത്യമായൊരു ഗൈഡൻസ് ലഭിക്കാൻ ഈ ഒരു വെബിനാർ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബിനാറിന് പങ്കെടുക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനിയും നിങ്ങൾ സർക്കാർ ജോലിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവർക്ക് എഴുതാൻ കഴിയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എക്സാമിനേഷന്റെ കോഴ്സ് ഏണസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.